ചീത്ത വിളിക്കരുത്, വീഡിയോ എടുക്കുക. അല്ല, നീ അത് വിശ്വസിക്കാൻ പറ്റൂല അല്ലേ? അൽക്കേഷി അത് കൊക്ക് കണ്ട് ഇങ്ങനെ പറ. അത്രയും മണ്ണ് ഇവിടെ എടുത്തിട്ടത്. ഇപ്പൊ ഇനി തേൻ ചെവി വിളിച്ചാൽ അത്ര മണ്ണ് പോകുള്ളൂ. ഉണ്ടേ വരണം കേട്ടോ ബേബി. വീഡിയോ നീ സംസാരിച്ച് സൂപ്പറായിട്ട് ഞാൻ ഇപ്പൊ യൂട്യൂബിലെ പോസ്റ്റ് ചെയ്തിടും. ரொம்ப பக்கத்துல கிடைச்சதுல்ல. இல்ல இல்ல இப்போ நம்ம இங்கேருந்து பார்த்தா நம்ம ஒரு தீபுக்குள்ளே நிற்கிற மாதிரியே இருக்குது. ஃபுல்லாகவே வந்து നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. പക്ഷേ മുതലേ എന്തിന് ஆமா அந்த மரத்துல ஃபுல்லா தொங்கி கிடக்குதுல்ல. 6 உடனே അങ്ങോട്ട് ആലോചിച്ചോണ. പക്ഷെ കടലിൽ അല്ലെങ്കിൽ മുതലേന്നും ഇല്ല. നീ പോച്ചു അങ്ങോട്ട്. ഇതേപോലെ ഒതുക്കമായിട്ടുള്ള കായലൊക്കെ ഉണ്ടല്ലേ, ആളൊന്നും പോകാത്ത അവിടെയൊക്കെ കാണുള്ളൂ. ഒരിടത്തുമില്ല സൂവിനകത്ത്. ഇപ്പൊ അതിനൊക്കെ പിടിച്ചാൽ എന്നെ സൂവിനകത്ത് കൊണ്ടിട്ടിരിക്കുന്നു. മുളയല്ലടി. ശരി, ഇതിനെന്തെന്ന് പറയും? മുളയല്ലല്ലോ തന്നെ. അപ്പൊ മുള വലുതായിട്ടല്ലേ നിൽക്കുള്ളൂ. ഇതുകൊണ്ടൊക്കെ ഇങ്ങനെ ഇത് അനിയൻ നിൽക്കുന്നത്. അയ്യോ വേണ്ട കുട്ടമ്മ പറഞ്ഞു. ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഞാൻ ഇവിടെ നോക്കണ്ട. ഇതേ നോക്കി അതേ നോക്കി ഒരു പോലെയല്ലേ ഇരിക്കണത്. പറഞ്ഞപ്പോഴത്തേക്ക് എടി തുള്ളലടി തുള്ളലടി പാവടി.
கண்ணுக்கு பிரச்சனை தெரியல. വീട്ടിൽ കൊണ്ട് ചോറ് ഈ കഴുക് വേറെ കഴുത്തിന് മുടിയില്ലാത്താണ് കഴുക്. ഇത് പരുന്ത് കൃഷ്ണപരുന്ത്. ഇത് കൃഷ്ണപരുന്ത്. ഇത് കൃഷ്ണപരുന്ത്. സമാചരില്ല. അതിന്റെ ആ ഒരു സംഭവം മലയാളത്തിലല്ലേ പേരും എനിക്ക് അറിഞ്ഞൂടെ. വിദേശ പറവ എന്നാണ് പറയണത്. വെളിനാട്ടിൽ ഇത് വണ്ടിയുടെ ശബ്ദം കേട്ടാലൊന്നും പോകൂലേ? ഇതൊന്നും പറന്നു പോകൂലേ വണ്ടി? അത് മാങ്ങ വിഷം. കാക്കയെ കണ്ടില്ലെങ്കിൽ നോക്കി കണ്ടതാണ് കാക്ക.